റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എക്സൈസ് വകുപ്പിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കി കമ്മീഷണർ. സ്ഥലം മാറ്റാൻ സുതാര്യമായി പ്രത്യേക സമിതിയെ നിശ്ചയിച്ചു. സീനിയർ ജോയിന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി. എക്സൈസ് വിജിലൻസ് ഉന്നത ഉദ്യോഗസ്ഥരും സമിതിയിലുണ്ട്. സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ജനറൽ ട്രാൻസ്ഫറിലേക്ക് കടക്കുക. ജനറൽ ട്രാൻസ്ഫറിനെ ചൊല്ലിയുള്ള ആക്ഷേപങ്ങൾ ഒഴിവാക്കാനാണ് നടപടി. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ ട്രാൻസ്ഫറുകൾക്ക് പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാകുന്ന ഓരോ വകുപ്പിലുമുള്ള വിഷയമാണ്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള പരിഷ്കാരമാണോ എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്നത്? അത് എങ്ങനെ സുതാര്യമാക്കാനാണ് ആലോചിക്കുന്നത്? സ്മൃതി, എക്സൈസ് കമ്മീഷണർ പുതിയ ആളായത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നത് എന്ന സൂചനയുണ്ട്. പക്ഷേ എന്തുകൊണ്ടും വളരെ അനുകൂലമായ പോസിറ്റീവായ ഒരു തീരുമാനമാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജനറൽ ട്രാൻസ്ഫറുകളുടെ കാലമാണ്. ജനറൽ ട്രാൻസ്ഫറിന്റെ നടപടികൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഭരണമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫർ നടപടികൾ സുതാര്യമാക്കുന്നതിനും ആക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു സമിതിയെ നിശ്ചയിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം എക്സൈസ് സീനിയർ അസിസ്റ്റന്റ് കമ്മീഷണറും അതോടൊപ്പം തന്നെ എക്സൈസിലെ തന്നെ വിജിലൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും മറ്റ് പ്രധാനപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥരും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും സ്ഥലം മാറ്റം അടക്കമുള്ള പ്രധാനപ്പെട്ട ചുമതലകൾ കൈമാറുന്ന നടപടികൾ പുരോഗമിക്കുക. എന്തെങ്കിലും തരത്തിലേക്ക് ആക്ഷേപമോ ആരോപണമോ ഉയർന്നാൽ അത് ഈ സമിതി പരിശോധിക്കും, ഉചിതമായ നടപടികൾ കൈക്കൊള്ളും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ നടപടികൾ ഈ ഒരു തീരുമാനത്തോടു കൂടി ഒരു പരിധിവരെയെങ്കിലും സുതാര്യമാക്കാനും അതിലെ അട്ടിമറികളും ഇടപെടലുകളും ഒഴിവാക്കാൻ കഴിയുമെന്നുമാണ് എക്സൈസ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്. ശരി, ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്.